പുതിയ ഞായറാഴ്ച എല്ലാം കൊണ്ടും സഭാമക്കൾ ക്രിസ്തുവിൽ ഒരു പുതുക്കം അനുഭവിക്കേണ്ട ഞായറാഴ്ച തന്നെയാണ്. സഭയെപ്പറ്റി സഭാപിതാക്കന്മാർ കോറിയിടുന്നൊരു വാചകമുണ്ട്: ചർച്ച് ഈസ് എ റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി. ചർച്ച് ഈസ് എ റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി. ചർച്ച് ഈസ് നോട്ട് a crucified community, rather church is a resurrected community. ഭയം കൊണ്ട് അടച്ചുപൂട്ടിയിരുന്ന ഒരു മുറിയിലേക്ക് യേശുതമ്പുരാൻ കടന്നു വന്നിട്ട് ആദ്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്ക് സമാധാനം എന്നാണ്. പീസ് ബി വിത്ത് യു. നിങ്ങൾക്ക് സമാധാനം. ആശങ്കകൾ കൊണ്ട്, ആശയക്കുഴപ്പങ്ങൾ കൊണ്ട്, ഭയപ്പാടുകൊണ്ട് മുറികൾ, അതിൻ്റെ കതകുകൾ കുറ്റിയിട്ട് പൂട്ടിട്ട് വച്ചിരിക്കുന്ന ആ മുറിയിൽ കൂടിയിരുന്ന തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം എന്ന് കർത്താവ് പറയുന്നത് ഒരു ശാസനയോ ഒരു നിർദ്ദേശമോ അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ യേശുതമ്പുരാൻ അവർക്ക് സമാധാനം നൽകുകയായിരുന്നു. ഒരു വലിയ അനിശ്ചിതത്വത്തിന് പരിഹാരം എന്ന വണ്ണമാണ് കർത്താവ് ഈ സമാധാനം നൽകുന്നത്. അവർക്ക് ഭയമുണ്ട്. പത്രോസിനെ പോലെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിപ്പോയ ശിഷ്യന്മാർക്ക് നല്ല കുറ്റബോധമുണ്ട്. അവരെ സംബന്ധിച്ച് വല്ലാത്തൊരു അപമാന ബോധമുണ്ട്. കാരണം ഇത്രയൊക്കെ കർത്താവ് സഹിച്ചിട്ടും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തരത്തിൽ ഒരു നാണക്കേടുണ്ട്, അനിശ്ചിതത്വമുണ്ട്. എന്നിട്ടും അതിൻ്റെ നടുവിലേക്ക് കർത്താവ് വന്നിട്ട് അവരെ വഴക്കു പറയാനൊന്നുമല്ല ശ്രമിക്കുന്നത്. നിങ്ങൾ ചെയ്തത് മോശമായി എന്ന് പറയാനൊന്നുമല്ല കർത്താവ് ശ്രമിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇവിടെ സമാധാനം എന്ന് പറയുന്നത് കേവലം ശാന്തത മാത്രമല്ല, അടങ്ങിയിരിക്കാനല്ല പറയുന്നത്, മറിച്ച് ഇതൊരു റെസ്റ്റോറേഷനാണ്. റെസ്റ്റോറേഷൻ ഓഫ് ദ പീസ് ഓഫ് ഗോഡ്. ദൈവ സമാധാനത്തിൻ്റെ പുനഃസ്ഥാപനമാണ് നടക്കുന്നത്. കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തപ്പോൾ ശിഷ്യന്മാർ അനുഭവിച്ച ഒരു സമാധാനമുണ്ടായിരുന്നു. കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തപ്പോൾ വിശപ്പുള്ളപ്പോഴും ദാഹമുള്ളപ്പോഴും മറ്റുള്ളവർ ഉറ്റുനോക്കുമ്പോഴും മറ്റുള്ളവർ കെണി വിരിച്ചപ്പോഴുമൊക്കെ അവർ അനുഭവിച്ച ഒരു ആശ്വാസമുണ്ടായിരുന്നു, ഒരു സമാധാനമുണ്ടായിരുന്നു. ആ സമാധാനത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു യഥാർത്ഥത്തിൽ ഈ അടച്ചിട്ട മുറിയിൽ കർത്താവ് സമാധാനം പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അവിടെ ദൈവവുമായിട്ടുള്ള ഒരു സമാധാനമാണ് നടക്കുന്നത്. മനുഷ്യന് അവൻ്റെ സ്വയവുമായിട്ടുള്ള ഒരു സമാധാനമാണ് നടക്കുന്നത്. സമൂഹവുമായിട്ടുള്ള ഒരു സമാധാനമാണ് നടക്കുന്നത്. അത്തരത്തിൽ ഈ അടച്ചിട്ട മുറിയിൽ നടക്കുന്നത് ഒരു വലിയ ശുഭ്കോനോ ശുശ്രൂഷയാണ്. നമുക്കറിയാം, നോമ്പിന് മുമ്പ് ശുഭ്കോനോ ശുശ്രൂഷ നടക്കും. അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 12 യുവാക്കൾ അടച്ചിട്ട മുറിയിൽ ഭയചകിതരായിരിക്കുമ്പോൾ അവർക്ക് ഈ ദൈവത്തോട് എന്തൊക്കെയോ ചില പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. കർത്താവിനെ ഉപദ്രവിച്ച ഈ ഭരണകൂടത്തോട്, തങ്ങളെ ഇങ്ങനെ മുറിയിൽ പൂട്ടിയിടത്തക്കവണ്ണം ഒറ്റപ്പെടുത്തിയ തങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തോട് എന്തൊക്കെയോ ചില കോപമുണ്ട്, ദേഷ്യമുണ്ട്. തങ്ങളോട് തന്നെ അവർക്ക് ഇത്തിരി നിരാശയുണ്ട്, നീരസമുണ്ട്. എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നുള്ള ബോധ്യത്തിലുള്ള ഒരു നിരാശ. ഈ 3 തലങ്ങളോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് ഈ മുറിയിൽ സമാധാനം വിതയ്ക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദൈവവുമായി അവർ അനുരഞ്ജനപ്പെടുകയായിരുന്നു. സ്വയം അവർ അനുരഞ്ജനപ്പെടുകയായിരുന്നു. മറ്റുള്ള മനുഷ്യരോട് അനുരഞ്ജനപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
That was a restoration of peace, the peace of God. സമാധാനം കർത്താവ് ഇവിടെ നൽകുന്നത് ഒരു വലിയ നിയോഗത്തിൻ്റെ മുൻപാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു വലിയ ദൗത്യത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതിന് മുമ്പ് കർത്താവ് ആ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ്. നമുക്കറിയാം, ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ചപ്പോൾ കർത്താവ് അവരോട് 3 തവണയോളം സമാധാനമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി ഈ ഭൂമിയോട് സുവിശേഷം അറിയിക്കണം. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ അയക്കുന്നതിന് മുമ്പ് യേശു അവർക്ക് സമാധാനം നൽകുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നിയോഗങ്ങൾ ആരംഭിക്കേണ്ടത് ഭയത്തിൽ നിന്നല്ല, മറിച്ച് സമാധാനത്തിൽ നിന്നാണ്. ഇവിടെ എന്നോടൊപ്പം സെമിനാരി വിദ്യാർത്ഥികളായ 5 പേരുണ്ട്. വളരെ മനോഹരമായി ഭയഭക്തിയോടെ ആദരവോടെ അവർ ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയാണ്. ചിലരൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശമാശന്മാരാകാൻ പോവുകയാണ്. ഞാൻ 6 വർഷം മുമ്പ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ആളാണ്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് പട്ടംകുട കുദാശയിൽ മുട്ടുകുത്തി ആ കാപ്പായിക്കുള്ളിൽ മറഞ്ഞിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്തൊരു ഭയമായിരുന്നു, എന്തൊരു ആശങ്കകളായിരുന്നു, എന്തെല്ലാം ആശയക്കുഴപ്പങ്ങളായിരുന്നു. എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. യാതൊരു വിധത്തിലായ ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം കർത്താവിൻ്റെ ദൗത്യം, കർത്താവ് ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ ആരംഭിക്കുന്നത് ഭയങ്ങളിൽ നിന്നല്ല, മറിച്ച് സമാധാനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരെ പേടിപ്പിക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ അവരെ യാതൊരു തരത്തിലും വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാഞ്ഞത്. അവർ പറയുകയാണ്, സമാധാനമായിട്ടിരിക്കുക, ആശ്വാസത്തോടെ ഇരിക്കുക, മനസ്സിലെ ആശങ്കകളൊക്കെ മാറ്റ്, ഭയങ്ങളൊക്കെ മാറ്റ്, മറ്റുള്ളവരോടുള്ള വഴക്കും വിദ്വേഷവും വെറുപ്പും പരാതിയും ഒക്കെ മാറ്റ്, സ്വയമുള്ള നിരാശയൊക്കെ മാറ്റ്. എന്നിട്ട് നിങ്ങളുടെ നിയോഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ കർത്താവ് അവരോട് പറയുകയായിരുന്നു. സോ മിഷൻ വാസ് നോട്ട് ബോൺ ഫ്രം ഫിയർ ബട്ട് ഫ്രം പീസ്. ഭയമുള്ള സഭയ്ക്ക് പ്രവർത്തിക്കാനൊക്കെ പറ്റും. നമ്മളിന്ന് പലപ്പോഴും മൈക്കിൻ്റെ മുമ്പിൽ വന്ന് സഭാപിതാക്കന്മാരൊക്കെ, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പേടിയില്ല, ഒരു സഭാ സമൂഹത്തെയും പേടിയില്ല, ഈ ഭൂമിയിലുള്ള ഒന്നിനെയും പേടിയില്ല എന്ന് പറയുമ്പോഴും അവരുടെയൊക്കെ മുഖത്ത് മാനുഷികമായ ഭയം നമുക്ക് കാണാൻ സാധിക്കും. പേടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ മൈക്കിൻ്റെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഭയമില്ലാത്ത മനുഷ്യർക്ക് ഭയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, സഭ അത് പ്രവർത്തിക്കുന്നത് ഭയമുള്ളപ്പോൾ ആകരുത്. ഭയമുള്ള സഭയും പ്രവർത്തിക്കും. ഭയമുള്ള സഭ പ്രവർത്തിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ പേടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടല്ലേ ഈ പിള്ളേരൊക്കെ പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ ആൺപിള്ളേരോട് പറയും, കുഞ്ഞെ പേടിക്കരുത് കേട്ടോ, ഭയപ്പെടരുത്. കാരണം 10 പ്രാവശ്യം പാടിയാലും കൊച്ചു കെട്ടി തീരൂല പേടിച്ച് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത്, പേടിക്കരുത്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഭയമുണ്ടെങ്കിൽ പ്രവർത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് ഒരു നൈസർഗികമായ സ്വാഭാവികമായ മനോഹരമായ പ്രവർത്തനം ആയിരിക്കില്ല. പുറത്തുനിന്ന് കാണുന്നവർക്കെല്ലാം മനസ്സിലാകും അവനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പേടിച്ചാണ് ചെയ്യുന്നതെന്ന്. ഭയമുള്ള സഭയ്ക്കും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ സമാധാനമുള്ള സഭയ്ക്ക് മാത്രമേ ഈ ഭൂമിയെ ശുശ്രൂഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭയമുള്ള സഭയ്ക്ക് പ്രവർത്തിക്കാം, പക്ഷേ ഉള്ളിൽ സമാധാനമുള്ള സഭയ്ക്ക് മാത്രമേ ശുശ്രൂഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഭാപിതാക്കന്മാരെ പറയുമ്പോൾ നിങ്ങൾ വേറിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാനാണ് സഭ, നിങ്ങളാണ് സഭ, ഈ മുൻപിലിരിക്കുന്ന കുഞ്ഞാണ് സഭ. നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് സഭയെ സ്വാധീനിക്കേണ്ടത്. നിങ്ങൾ ഭയപ്പെടുമ്പോൾ സഭയും ഭയപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനമുണ്ടാകുമ്പോൾ സഭയ്ക്കും ക്രിസ്തുവിൻ്റെ സമാധാനമുണ്ടാകും. അതുകൊണ്ട് ഈ സഭ
ഭയം കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സഭയായി, സമാധാനത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരു സഭയായി മാറുവാൻ ഈ സമയം നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാത്ത നിയോഗങ്ങളെല്ലാം സമ്മർദ്ദങ്ങളിലൂടെയാണ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ കാര്യം അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ പേടിച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യും, പക്ഷേ ആ ചെയ്യുന്നതിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ് നമ്മൾക്കോ ചെയ്ത കുഞ്ഞുങ്ങൾക്കോ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സമ്മർദ്ദങ്ങളില്ലാതെ ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് ശിഷ്യന്മാർക്ക്, സഭയ്ക്ക് ഈ സമാധാനം കൊടുക്കുന്നത്. അതുകൊണ്ട് സമാധാനമുള്ള ദൗത്യങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ സാക്ഷ്യമായി മാറുകയുള്ളൂ. മൂന്നാമത് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്, ആസ് എ റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി വി ആർ ഓൾവേസ് വിത്ത് ദ സ്കാർസ്. മുറിവുകളോട് കൂടി മാത്രമേ സഭയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. മുറിപ്പാടുകളോടുകൂടി മാത്രമേ സഭയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാർക്ക് യേശു തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോഴും ആ മുറിവുകൾ വഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ മുറിപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടല്ല കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്. മറിച്ച് അതൊരു സാക്ഷ്യമായി ശിഷ്യന്മാരെ കാണിക്കുകയാണ്. ഉയർപ്പുകൾ ഒരിക്കലും മുറിവുകളെ തുടച്ചു മാറ്റിയിട്ടില്ല. ഉയർപ്പുകൾ ഒരിക്കലും മുറിവുകളെ, മുറിപ്പാടുകളെ ഇല്ലാതാക്കിയിട്ടില്ല. മറിച്ച് അവയെ സാക്ഷ്യങ്ങളാക്കി മാറ്റി. സഭ ഒരു ഉദ്ധിത സമൂഹമെന്ന നിലയിൽ അതിൻ്റെ മുറിവുകളെ തുടച്ചു മാറ്റാനുള്ള അനിയന്ത്രിതമായ ശ്രമങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമുക്കെപ്പോഴും നമ്മുടെ മുറിവുകൾ, ചരിത്രത്തിൽ നമുക്ക് സംഭവിച്ചതായ പരിക്കുകളൊക്കെ ചില്ലറ കോടതി വിധികൾ കൊണ്ടൊക്കെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് ഈ മുറിപ്പാടുകളെ ഇങ്ങനെ പേടിക്കുന്നത്? മുറിപ്പാടുകളെ പേടിക്കേണ്ട ആവശ്യമില്ല, മുറിവുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. സഭയ്ക്കേറ്റ മുറിവുകളാണ്, സഭയ്ക്കേറ്റ പരിക്കുകളാണ്, സഭയ്ക്കേറ്റ നൊമ്പരങ്ങളും വേദനയുമാണ് അതിൻ്റെ സാക്ഷ്യമെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. യഥാർത്ഥമായ സമാധാനം അതൊരിക്കലും വേദനയെ നിഷേധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. വേദനയെ നിഷേധിക്കുന്ന ഒരു സമാധാനമായിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വരുമ്പോൾ ഈ മുറിവുകളൊന്നും ഇല്ലാതെ വരണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ശിഷ്യന്മാർ കുറെ കൂടി ഞെട്ടിത്തരിച്ചേനുമായിരുന്നു. എവിടെ നിന്റെ മുറിവുകൾ എന്നൊക്കെ തോമാസ് ലീഹ ചോദിക്കുമ്പോൾ ഓം ഗ്രീം കുട്ടിച്ചാത്ത ഒരു മുറിവുമില്ല എന്ന് കർത്താവിന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കർത്താവ് പറയുന്നത്. പ്ലീസ് കം ആൻഡ് ടച്ച് ഇൻ മൈ വൂണ്ട്സ്. വാ, എൻ്റെ മുറിവുകളിൽ തൊട്ടു നോക്കുക. സഭയോടെന്നും കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ്, അവൻ്റെ മുറിവുകളിൽ തൊട്ടു നോക്കുവാനാണ്. യഥാർത്ഥമായ സമാധാനം ഒരിക്കലും വേദനകളെ നിഷേധിക്കുന്നതല്ല. നമ്മൾ പലപ്പോഴും സഭയിൽ ശാശ്വത സമാധാനം വേണം, ശാശ്വത സമാധാനം വേണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. തട്ടിക്കൂട്ട് സമാധാനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നവരാണ്. എന്താ യഥാർത്ഥത്തിൽ ഈ തട്ടിക്കൂട്ട് സമാധാനവും ശാശ്വതമായ സമാധാനവും? അങ്ങനെ ഒരു സമാധാനത്തെപ്പറ്റി, ഈ രണ്ട് രീതിയിലുമുള്ള സമാധാനത്തെപ്പറ്റി വേദപുസ്തകമോ കർത്താവോ പറയുന്നില്ല. കർത്താവ് പറയുന്നത് സമാധാനമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വി ആർ യൂസിങ് സം ആഡ്ജക്റ്റീവ്സ്. നമ്മൾ ചില ആഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുകയാണ് ചില കാര്യങ്ങളെ ന്യായീകരിക്കാൻ, ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ. ശാശ്വതമായ സമാധാനം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലും ഒരിക്കലും വേദനകളെ നിഷേധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. മുറിപ്പാടുകൾ ഉള്ളത് തന്നെയാണ് ശാശ്വതമായ സമാധാനം. മുറിവുകൾ വഹിക്കുന്നത് തന്നെയാണ് ശാശ്വതമായ സമാധാനം. കർത്താവ് ഒരിക്കലും മുറിവുകളെ മറച്ചു വെച്ചിട്ടല്ല ഈ സഭയ്ക്ക് സമാധാനം നൽകുന്നത്. അങ്ങനെയെങ്കിൽ സഭ എന്തിനാണ് മുറിവുകളില്ലാത്ത, മുറിപ്പാടുകളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത ശാശ്വത സമാധാനത്തിനു വേണ്ടി സ്വപ്നം കാണുന്നത്? അത് ക്രിസ്തുവിനെയും അവൻ്റെ തിരുമുറിവുകളെയും
നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ സമാധാനം അത് വേദനയെ നിഷേധിക്കുന്നതല്ല, മറിച്ച് വേദനകൾക്ക് സൗഖ്യവും വേദനകളിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നതുമാണ്. നാലാമതായി ഒരു കാര്യം, കർത്താവ് നൽകുന്ന ഈ സമാധാനത്തിലൂടെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്. നമുക്കറിയാം ആദിമസഭ എങ്ങനെയാണ് രൂപപ്പെട്ടത്. 12 പേരും കൂടി കർത്താവിനോടൊപ്പം ആ ഭൂമി മുഴുവൻ സഞ്ചരിച്ചിട്ടും അവിടെയൊന്നും അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നില്ല. കൂട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ കൂടുന്ന കൂട്ടമായിരുന്നു, വിശന്നപ്പോൾ കൂടുന്ന കൂട്ടമായിരുന്നു, സൗഖ്യം കിട്ടാൻ കൂടുന്ന കൂട്ടമായിരുന്നു, മരിച്ചവരുടെ ഉയർപ്പിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുന്ന കൂട്ടമായിരുന്നു. അവൻ ജീവനോടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സമൂഹം മുഴുവൻ, ആൾക്കൂട്ടം മുഴുവൻ. പക്ഷേ അവൻ നൽകുന്നതായ ഈ സമൂഹത്തിലൂടെ ഒരു റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി രൂപപ്പെടുകയാണ്, ഒരു ഉദ്ധിത സമൂഹം രൂപപ്പെടുകയാണ്. ഉയർപ്പിന് ശേഷമാണ് ആദ്യ സഭ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അപ്പം പങ്കിടുകയും പരസ്പരം ശുശ്രൂഷിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അവരുടെ ബന്ധങ്ങളെ രൂപപ്പെടുത്തിയതും അവരെ ഒരുമിപ്പിച്ചതും കർത്താവ് നൽകുന്ന ഈ സമാധാനമാണ്. ഞാൻ നിങ്ങളോട് വിശുദ്ധ ബലിയർപ്പണത്തിൽ എത്രയോ തവണ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എന്നിട്ടും ഈ ബലിയർപ്പണത്തിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഏകമനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആ ഉദ്ധിത സമൂഹത്തിൻ്റെ ഭാഗമല്ല. ഈ സഭ ഈ സമാധാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ആ സഭയ്ക്ക് ഒന്നായി തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ ഐക്യപ്പെടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, മുറിവുകളെ തലോടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, ദിസ് ചർച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിസറക്റ്റഡ് കമ്മ്യൂണിറ്റി. സമാധാനമുള്ള സഭയിൽ അന്യർ പോലും കുടുംബാംഗങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഉത്ഥാനം ചെയ്തതിന് ശേഷം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരാദ്യം 500ആയി, 1000-ആയി, 10,000-ആയി, ലക്ഷങ്ങളായി ആ സമൂഹം രൂപപ്പെട്ടത്. ആരും ആരോടും ചോദിച്ചില്ല, ആർ യു എ സിറിയൻ ഓർത്തഡോക്സ്? നീ ഒരു ഓർത്തഡോക്സുകാരനാണോ, യാക്കോബായക്കാരനാണോ, പ്രഥോമക്കാരനാണോ, പെന്തക്കോസുകാരനാണോ എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചില്ല. അന്യർ പോലും, അപരിചിതനെന്ന് മാറി നിന്ന മനുഷ്യർ പോലും കർത്താവിൻ്റെ കുടുംബത്തിലെ, ആ തിരുകുടുംബത്തിലെ അംഗങ്ങളായി തീരുന്ന കാഴ്ചയാണ് ഈ സമാധാന സ്വീകരണത്തിന് ശേഷം നാം കാണുന്നത്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ സമാധാനം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ടല്ല, നേതൃത്വങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇന്നും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കൊണ്ടാണ്. യേശു ശിഷ്യന്മാരുടെ മേൽ ശ്വാസം ഊതിയിട്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. യു പ്ലീസ് റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. സമാധാനം മനുഷ്യൻ്റെ ശ്രമം കൊണ്ട് മാത്രം സംഭവിക്കുന്നുവെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് വിഡ്ഢിത്തരമാണ്, മഠയത്തരമാണ്. സമാധാനം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ പോലും നിരാകരിച്ചിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പോലും തിരസ്കരിച്ചിട്ട് സഭയിൽ സമാധാനം വേണമെന്ന് ഞാനോ നിങ്ങളോ ആര് പറഞ്ഞാലും, ഏത് സഭ പറഞ്ഞാലും, ഏത് സഭാപിതാക്കന്മാർ പറഞ്ഞാലും അത് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. പരിശുദ്ധാത്മാവാണ് സമാധാനം നൽകുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് സമാധാനത്തെ നിലനിർത്തുന്നത്. ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ സഭയും സഭാപിതാക്കന്മാരുമൊക്കെ ഈ സമാധാനത്തെ ഭയപ്പെടുകയാണ്. കാരണം ഒന്നായി പോയാൽ ഒരുപക്ഷെ ഇരുകൂട്ടരുടെയും പദവികളോ സ്ഥാനങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ചിന്തയിലാണ് സമാധാനം വേണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. മനസ്സിൽ വേണ്ട, സമാധാനം വേണ്ട എന്ന് ചിന്തിക്കുന്ന പിതാക്കന്മാർക്ക് പോലും നിങ്ങളുടെ മുമ്പാകെ വന്നു നിന്ന് നമുക്ക് ഈ സഭയിൽ സമാധാനം വേണമെന്ന് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാത്മാവിൻ്റെ പ്രേരണയാണെന്ന് മനസ്സിലാക്കണം. ആരും നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് സമാധാനം വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഉള്ളിൽ അത് വേണ്ടെന്ന് ചിന്തയുണ്ടെങ്കിലും
എല്ലാ സഭാപിതാക്കന്മാരും വന്ന് നമ്മോട് പറയുന്നത് നമുക്ക് സമാധാനം വേണമെന്നാണ്. കാരണം പരിശുദ്ധാത്മാവുള്ളിടത്തോളം കാലം ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആർക്കും ദൈവിക സമാധാനത്തിനെതിരായി സംസാരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഭയമുള്ള, ആശങ്കയുള്ള, ആശയക്കുഴപ്പത്തിലായിരുന്ന ആ മനുഷ്യരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സമാധാനം. ഇന്ന് ഈ സമാധാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഈ വഴിവക്കിലൊക്കെ കാണുന്ന മനുഷ്യരില്ലേ, നമ്മുടെ വീട്ടിൽ എനിക്ക് ഇത്തിരി സമാധാനമെങ്കിലും തരാമോ എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ഇല്ലേ? ഇത്തിരി സമാധാനം തരാമോ എന്ന് വാവിട്ട് കരയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? ആ മുറിയിൽ ഏതോ കോണിൽ കിടന്നുകൊണ്ട് ഇത്തിരി സമാധാനം താ മക്കളെ എന്ന് പറയുന്ന ആ പ്രായമുള്ളവരില്ലേ? അവരെയൊക്കെ ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് ലളിതമായി പറയുവാൻ സാധിക്കണം. അവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന വൈദികരുടെ മുഖത്ത് നോക്കി ഒത്തിരി വിശേഷമൊന്നും പറയണ്ട, അച്ഛന് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുവാൻ സാധിക്കണം. നിങ്ങൾക്ക് ഏവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.